അയാളെന്താ ഇവിടെ? ദാസേട്ടാ, അയാളെന്താ ഇവിടെ? ഞാൻ പറയാം, നീ സമാധാനപ്പെട്, പേടിക്കില്ലേ. ആവണി, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അയാൾ ഇവിടെ വരാറുണ്ടോ എപ്പോഴും? പറ ആവണി. അയാൾ നിന്നെ വിളിക്കുന്നു, ഇവിടെ വരുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറ മോളെ. നീ എന്നോട് പല കാര്യങ്ങളും മറയ്ക്കുന്നുണ്ടാവണി. ദാസേട്ടാ, നിങ്ങൾ എന്നോട് പലതും മറയ്ക്കുന്നു. എന്താ കാര്യങ്ങള്? പറ. അമ്മ, അയാൾ ഇന്നലെ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അതുകൊണ്ടാ അമ്മയോട് ഞാൻ താഴെ ഇറങ്ങരുതെന്ന് പറഞ്ഞ് വഴക്കിട്ടത്. ആ സമയത്ത് അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ മോളെ എന്നോട് പറയാതിരുന്നത്? അമ്മയോട് പറഞ്ഞിട്ട് എന്തിനാ? ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കാനോ? അയാൾക്കിപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അറിയാം. ഇപ്പൊ അയാൾ ഇവിടെ ഉണ്ട്. അയാൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന് പോണം. നിങ്ങൾ എവിടെയാ ഉള്ളതെന്ന് അയാൾ അറിയാൻ പാടില്ല. നിന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് ഞങ്ങൾ മാത്രം പോകാനോ? അത് നടക്കില്ല ആവണി, നടക്കില്ല. പോണം, പോയേ പറ്റുള്ളൂ. ഇല്ല ആവണി, ഞങ്ങൾ പോകില്ല. ദാസേട്ടാ, പോകാൻ പറ്റില്ല. അമ്മ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാനിത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. നിങ്ങളും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല. അച്ഛ, പ്ലീസ് ഒന്ന് പറയാം അമ്മയോട്. സരസ്വതി, ആവണി പറഞ്ഞ് ശരിയാ, നമുക്ക് പോകാം. ദാസേട്ടാ, പോവാം. അവള് പറയുന്നതിലും കാര്യമുണ്ട്. വാ. ഞാൻ തന്ന ബ്രോക്കർ ഫീസ് കുറഞ്ഞു പോയെന്ന് വല്ലതും പ്രാവശ്യം തോന്നുന്നുണ്ടോ? എന്റെ രഘു ചേട്ടാ, സാധാരണ ബ്രോക്കർ ഫീ എപ്പോഴാ തരാറ്? കച്ചവടം കഴിയുമ്പോഴല്ലേ? ഞാൻ പറഞ്ഞില്ലേ പ്രകാശ, എനിക്ക് ആ സ്ഥല കച്ചവടം എത്രയും പെട്ടെന്ന് നടക്കണം. സ്ഥലം പ്രകാശം കണ്ടതല്ലേ? സ്ഥലമൊക്കെ ഞാൻ കണ്ട്. അല്ല, ഈ സ്ഥലം ചേട്ടൻ്റെ പേര് തന്നെയല്ലേ? അതെ, മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടാ. അതാ ഇത്ര അത്യാവശ്യം. അത് ഞാൻ ഏറ്റ്. ഞാൻ കുറച്ചുപേരോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളിന്ന് ആദ്യമായിട്ട് കാണുന്നത്. ആവണിനെ അമ്മേനെ അറിയൂ? അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു. അമ്മയാന്ന് ഞാൻ അറിയുന്നു. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ കണ്ടപ്പോഴേ എവിടെയോ കണ്ട പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. നമ്മളിപ്പോ ഇന്ന് ആദ്യമായിട്ട് കാണുകയല്ലേ. ചേട്ടാ, രഘുചേട്ടൻ്റെ ഒരു സ്ഥലം കച്ചവടം ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെ പരിചയപ്പെട്ടതാ. ശരിയെന്നാ, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. മോഹൻ എന്നല്ലേ പേര് പറഞ്ഞു? അതെ. Rega, rega, maga, maga, maga,